ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ പുലാവ് റെസിപ്പിയാണ്. ഞാൻ യൂട്യൂബിലൊരു ചാനലിൽ കണ്ട റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തതാണ്. 100% സക്സസ് ആയിരുന്നു. അപ്പോൾ ആ റെസിപ്പി ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെക്കുക. അതിലേക്ക് നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ വേറെ ഏത് പാത്രമായാലും കുഴപ്പമില്ല. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, ഈ കാണിച്ചേക്കുന്ന പോലെ ചെറിയ ജീരകം, ഏലക്ക, ഇത് എല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണം വരുമല്ലോ മൂത്ത് കഴിയുമ്പോൾ. ആ മണം വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യുക. ആ സവാള ഇട്ട് അതിനകത്തൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്തത് അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്ത് അത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വഴറ്റണം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നല്ല റെസിപ്പിയാണ്. ഇതിൻ്റെ ഫ്ലേവർ കിട്ടിയാൽ നമുക്ക് സ്മെല്ല് ചെയ്താൽ തോന്നും അത് മന്തിയാണെന്ന്. പക്ഷേ നല്ല ഒരു റെസിപ്പിയാണിത്. അതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇതിനകത്ത് ചേർക്കാറില്ല. മല്ലിപ്പൊടി മാത്രമാണ് പൊടി ഐറ്റത്തിൽ നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് ഈ മസാല ഇതിലെല്ലാം നല്ലതായിട്ട് പിടിപ്പിക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ അതിൽ പുരണ്ടി കിട്ടണം നന്നായിട്ട്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് കഴിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ആവശ്യത്തിന് ഇറങ്ങി വരും. ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പ് ചേർക്കുക. ചിലർ ആദ്യം ഈ ചിക്കൻ ഇടുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കും. ഞാനതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഉപ്പ് ചേർത്തത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണേ. ഇതിൽ ഇൻഗ്രീഡിയൻസ് കുറേ ഉണ്ട്, പക്ഷേ പാടാൻ തോന്നും. പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര്, അതിൻ്റെ കുരു ഇല്ലാത്ത അതൊന്ന് പിഴിഞ്ഞൊഴിക്കണേ. എന്നിട്ടൊരു 1/2 കപ്പ് തൈര്, ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കണം. നന്നായിട്ടത് വെന്ത് കിട്ടണം. നന്നായിട്ട് ആ ചിക്കൻ്റെ വെള്ളം മാത്രമാണത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ അരിയാണ്, അതായത് 2.5 ഗ്ലാസ് അരി. അതിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്ന പാത്രം ഏതാണോ അതിനനുസരിച്ച് 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 6 പച്ചമുളക്, എൻ്റെ പച്ചമുളകിന് തണ്ടില്ലായിരുന്നു, തണ്ടുള്ള പച്ചമുളകാണ് ഒന്നുകൂടെ നല്ലത്. എന്നിട്ട് ഇപ്പോഴും നമ്മളൊരു തക്കാളിക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളയ്ക്കണം. തിളച്ച് വന്നിട്ട് വേണം നമുക്ക് അരി ഇടാനേ. ഇനി അതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരി ഇടാം. അതിന് മുമ്പായിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അരി ഇടുക. ഈ റെസിപ്പി നല്ലൊരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. അരിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇപ്പോഴും നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. ക്യാപ്സിക്കവും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. ക്യാപ്സിക്കം ചേർക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ. ഇത് ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളം പറ്റി വരുന്നതിനനുസരിച്ച് അരി വെന്ത് കിട്ടും. ഒരു അരമണിക്കൂറോളം കഴുകി കുതിരാൻ വെച്ചിരുന്ന അരിയാണ് ഞാൻ വേവിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നേരം വെച്ചിരുന്നത് കൊണ്ട് അരി എളുപ്പം വെന്ത് കിട്ടും. വെള്ളം പറ്റുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ അത് സിമ്മിലിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നന്നായി വെള്ളമെല്ലാം പറ്റുന്നിടം വരെ അടച്ച് വെച്ചേക്കുക. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് ആകുമ്പം 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണേ. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്, അത് ഞാൻ സിമ്മിലിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും വീണ്ടും ഒരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം. കാണുന്നത് വരേക്കും താങ്ക് യു.